വെക്കേഷൻ നാട്ടിൽ പോയ ഒരു ട്രിപ്പ് മസ്റ്റ് അല്ലേ? ഈ പ്രാവശ്യത്തെ ഞങ്ങളുടെ ട്രിപ്പ് ഊട്ടിയിലേക്കാണ്. എല്ലാവരോടും കൃത്യം 4:30 ഇറങ്ങാന്ന് പറഞ്ഞിട്ട് ഞാൻ റോസ് എണീക്കാൻ ലേറ്റായി. പിന്നെ ഞങ്ങൾ വെള്ളാടി വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേക്ക് 5:30 ഇനി വേണം ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ. എൻ്റെ വീട്ടിൽ നിന്ന് പപ്പയും അമ്മയും അഖിലും പിന്നെ പപ്പയുടെ ഒരു അനിയത്തിയുണ്ട്. പപ്പയ്ക്ക് ഒരേ ഒരു അനിയത്തിയേ ഉള്ളൂ, ആച്ചി. അങ്ങനെയാണ് ഞങ്ങൾ വിളിക്കാറ്. ചെറുപ്പത്തിലൊക്കെ ആച്ചി മുത്തേന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങളെല്ലാവരും കൂടിയാണ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. പാപ്പനൊക്കെ തൊട്ടടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ അവരവിടെ നിന്നാണ് കയറിയത്. പാപ്പനും സീനാൻറ്റിയും, പാപ്പനെ ഞങ്ങൾ പാപ്പായി എന്നാണ് വിളിക്കുന്നത്, പാപ്പായും സീനാൻറ്റിയും ശരത്തും അഖിലയും അവരുടെ കുഞ്ഞാപ്പിയാണ് ഉള്ളത്. ശരത്ത് കുഞ്ഞിനും എൻ്റെ വ്ളോഗിൽ വരാതെ 45 വയസ്സ് പൂർത്തിയായിരിക്കുന്ന പാപ്പായിയുടെ ഇതങ്ങനെ കേക്ക് റിലീസ് ആയിട്ടുണ്ട്. പാപ്പായുടെ സീനാൻറ്റിയുടെ ബർത്ത്ഡേ മുന്നേ കഴിഞ്ഞതാണ്. പക്ഷെ ആഘോഷിക്കാൻ നമ്മൾ ഓരോ റീസൺസ് കണ്ടുപിടിക്കണമല്ലോ. അങ്ങനെയാണ് ഈ വെളുപ്പാൻ കാലത്ത് ഇവരുടെ കേക്ക് മുറിക്കുന്നത്. ഈ കേക്കിൻ്റെ ഒക്കെ പിന്നെ പ്രവർത്തിച്ചത് അഖിലയാണ് ഇത് ഫുൾ സെറ്റ് ചെയ്തത്. പണ്ട് ഞങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് പപ്പയുടെ ഫാമിലിയിൽ എല്ലാവരും കൂടെ എല്ലാ വർഷവും ട്രിപ്പ് പോകാറുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് വ്യാപാരികളുടെ ട്രിപ്പായി. പപ്പയും പാപ്പായും ഒക്കെ പണ്ടേ കച്ചവടക്കാരാണല്ലോ. അതുകൊണ്ട് തന്നെ ആ ട്രിപ്പ് ഞങ്ങൾക്കൊരു ഫാമിലി ട്രിപ്പ് പോലെ തന്നെയായിരുന്നേ. വെളുപ്പാൻ കാലത്തെ കേക്ക് തിന്നുവാണ് ഞങ്ങള്. കുഞ്ഞാപ്പിയുണ്ട് ഞങ്ങളുടെ കൂടെ കേക്ക് കഴിക്കാൻ. ബാക്കിയുള്ളവർക്കൊക്കെ കഴിക്കാൻ ചെറിയ പേടിയായിരുന്നേ. കോമ്പറ്റീഷൻ കണ്ടോണ്ടിരിക്കുകയാണോ? ചേർത്തുകൊണ്ട് നിങ്ങളുടെ കൂടെ ചേർത്തിനും കഴിക്കാൻ വരുന്നില്ല. ജപ്പാനിൽ നമ്മുടെ നാട്ടിലെ പോലത്തെ കേക്ക് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ കേക്ക് കഴിക്കാൻ തുടങ്ങി. കൂടെ കട്ടയ്ക്ക് അഖിലയും ഉണ്ടായിരുന്നു, പിന്നെ ചെറുതായിട്ട് കുഞ്ഞാപ്പിയും. അപ്പോഴേ എല്ലാവരും പറഞ്ഞു കുറച്ച് കഴിയുമ്പോൾ വഴി പണി കിട്ടും എന്നൊക്കെ. പക്ഷെ അന്ന് ഞങ്ങൾ കാര്യമാക്കിയില്ല. പക്ഷെ അഖിലയ്ക്ക് വഴിക്ക് ഛർദ്ദിക്കാൻ വന്നു. ഞാൻ എന്തോ ഭാഗ്യത്തിന് ജസ്റ്റ് മിസ് രക്ഷപ്പെട്ടു കേട്ടോ. ഒരു ട്രാവലർ പിടിച്ച് ഊട്ടിയിലേക്ക് ഉറങ്ങാൻ പോകുന്നവരെ കണ്ടിട്ടുണ്ടോ? അതാണ് എൻ്റെ കുടുംബം. ഞങ്ങളെല്ലാവരും നല്ല ഉറക്കമായിരുന്നു. രാവിലെ നേരത്തെ എണീറ്റത് കൊണ്ടായിരിക്കാം. പിന്നെ എനിക്കും അഖിലേക്കും കേക്ക് കഴിച്ചതിൻ്റെ ക്ഷീണം ഉണ്ടല്ലോ, കേക്ക് കഴിച്ച് പണി കിട്ടിയതിൻ്റെ ക്ഷീണം. പപ്പയുടെ വീട്ടിൽ ഇവർ 4 പേരാണ്. മൂത്തയാൾ ലിസിയമ്മ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. പിന്നെ രണ്ടാമത് പപ്പ, പിന്നെ പാപ്പായി, ഏറ്റവും ഇളയതാണ് ആച്ചി. പണ്ട് ഞങ്ങൾ ട്രിപ്പ് പോകുമ്പോൾ എല്ലാവരും കൂടെ കസിൻസ് എല്ലാവരും കൂടിയായിരുന്നു പോകുന്നത്. പക്ഷെ ഇപ്പം നാട്ടിലുള്ളവരുടെ എണ്ണം തന്നെ വളരെ കുറവാണ്. യൂട്യൂബ് വീഡിയോ ഇടട്ടെ ആച്ചിയുടെ മുടി. ഈ മുടിയുടെ രഹസ്യം എന്താണ്? നല്ല കളറൊക്കെ ഉണ്ടല്ലോ ഇടയ്ക്ക്. അങ്ങനെ ഞങ്ങൾ ഊട്ടിയിലെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലെത്തിയേ. പക്ഷെ ഊട്ടി ഞങ്ങൾക്കൊരു എക്സൈറ്റ്മെൻറ്റ് ഇല്ലാത്ത സ്ഥലമാണ്. കാരണം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഊട്ടി പോകാറുണ്ടായിരുന്നു. പപ്പയ്ക്കും പാപ്പായ്ക്കൊക്കെ ഊട്ടിയിലെ ഓരോ വഴികളും കാണാതെ അറിയാമെന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് പരിചയമാണ് ഊട്ടി. പിന്നെ എന്തുകൊണ്ട് ഊട്ടി സെലക്ട് ചെയ്തെന്നല്ലേ, ഈ ചൂടത്ത് പോവാൻ പറ്റിയൊരു സ്ഥലം ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഏറ്റവും അടുത്ത്, ഞങ്ങൾക്ക് കുറച്ച് ദിവസമല്ലേ ലീവുള്ളൂ, അപ്പോൾ അധികം ദൂരെ ആവാൻ പാടില്ലല്ലോ, അങ്ങനെ കണ്ടുപിടിച്ചതാണ് ഈ ഊട്ടി. അങ്ങനെ ഓരോ സ്ഥലത്ത് എത്തുമ്പോഴും ഞങ്ങൾക്ക് ആ സ്ഥലം കാണുന്നേക്കാൾ കൂടുതൽ ആ സ്ഥലത്ത് മുന്നേ വന്നപ്പോൾ ഉണ്ടായ മെമ്മറീസ് ഇല്ലേ, അത് ഡിസ്കസ് ചെയ്യാനായിരുന്നു കൂടുതൽ താല്പര്യം. പക്ഷെ ഇപ്പോൾ റോയ്സും അഖിലും എല്ലാം കൂടെ വന്നിട്ട് ഞങ്ങളുടെ ഫാമിലി കുറച്ചും കൂടെ വലുതായില്ലേ. ഇവരൊക്കെ ആയിട്ടുള്ള ഞങ്ങളുടെ ആദ്യത്തെ ട്രിപ്പാണ്. അപ്പോൾ അത് കുറച്ചും കൂടെ സ്പെഷ്യലാണ്. പിന്നെ ഞങ്ങളുടെ കുറച്ച് കസിൻസ് ഇല്ലേ, നീതു, നിത്യ, ലിബിന, കുഞ്ഞുണ്ണി, ഷൈൻ ചേട്ടൻ, സാൻ ചേട്ടൻ, അനിത ചേച്ചി, അങ്ങനെ കുറേ പേര്. ഇവരെല്ലാവരും കൂടെ പോയ സ്ഥലങ്ങളൊക്കെയാണ് ഞങ്ങളിപ്പോൾ ഒറ്റയ്ക്ക് പോകുന്നത്. അപ്പം അവരെയൊക്കെ മിസ് ചെയ്യുന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പോൾ റോസ് പറിച്ചിട്ട് വരുന്നതാണ് യൂക്കാലി എന്നറിഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി. അപ്പോൾ ഒന്ന് ജസ്റ്റ് പറിച്ച് മണത്തൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് എടുത്തതാണ്. അന്ന് കസിൻസും റിലേറ്റീവ്സൊക്കെ ആയിട്ട് വന്നപ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ലായിരുന്നു ഇങ്ങനൊരു കാലം വരുമെന്ന്. അവർക്ക് പലർക്കും വരാൻ പറ്റാതെ, വരണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ സമയവും സൗകര്യങ്ങളും ഒന്നും ഒക്കുന്നില്ല. കുട്ടികൾക്ക് സ്കൂള്, ജോലി ഒക്കെ ആയിട്ട്. ശരിക്കും വന്ന ആ സമയമൊക്കെ ഭയങ്കര ഗ്രാൻഡഡ് ആയിട്ടാണ് എടുത്തിരുന്നത്. ഇങ്ങനൊരു കാലം വരുമെന്ന് അന്ന് പ്രതീക്ഷിച്ചിട്ടേ ഇല്ലല്ലോ.
അവിടെ എൻ്റെ ഡ്രസ്സ് ഏകദേശം മാച്ചായിട്ടുണ്ട്. അങ്ങനെ ആ വൈബ് പാട്ട് ടീമിനെ മീറ്റ് ചെയ്തിട്ട് ഞങ്ങൾ നേരെ ഹോട്ടലിൽ പോയി ചെക്ക് ഇൻ ചെയ്തിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഒരു ഹോട്ടലിൽ കയറി എന്തൊക്കെ കഴിക്കാനുണ്ടെങ്കിലും ബിരിയാണി ഓർഡർ ചെയ്യുന്നവരാണോ നിങ്ങൾ? ഞങ്ങൾ കുറേ പേരൊക്കെ അങ്ങനെയാണ്. ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഈ സ്ഥലം ഏതാണെന്ന് പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ. ഇത് ഊട്ടിയിലെ റോസ് ഗാർഡൻ ആണ്. ഇവിടെ ചെന്നിട്ട് റോസാപ്പൂ കണ്ട് ഞങ്ങൾ ശരിക്കും മടുത്തു. എന്തോ ഒരു പൂവ് അവിടെ. പണ്ട് വീട്ടിലെന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കൂടെ കൂടിയിട്ട് നല്ല രസമൊക്കെ ആയിരുന്നേ. പക്ഷെ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഒരു പരിപാടിയും കൂടിയിട്ടില്ല. അവസാനമായി കൂടിയ കല്യാണം വരെ ഞങ്ങളുടെ സ്വന്തം കല്യാണമാണ്. ശരത്തിൻ്റെ കല്യാണം കഴിഞ്ഞു, പിന്നെ വേറെയും കസിൻസിൻ്റെ ഒക്കെ കല്യാണം കഴിഞ്ഞ്, പിന്നെ കുഞ്ഞാപ്പി ഉണ്ടായി, അവൻ്റെ മാമോദീസ കഴിഞ്ഞു. ഒന്നിനും എനിക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ ഇവരെല്ലാം കാത്തിരുന്നൊരു ട്രിപ്പായിരുന്നു. അങ്ങനെ ഇന്നത്തെ ട്രിപ്പ് പ്ലാനൊക്കെ കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തേ. ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടെ ഒന്ന് ചീട്ട് കളിക്കാൻ വേണ്ടി ഇരിക്കുക. റോസ് ആണ് ഞങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസ് തരുന്നത്. പക്ഷെ ഞങ്ങളെക്കാളും ഒക്കെ ശ്രദ്ധിച്ചിരിക്കുന്നത് കുഞ്ഞാപ്പിയാണ്. റോസ് അഖിലിതാ യൂലിയ റെഡി ആയിട്ട് നടക്കുന്നു. ശരത്തിതാ ലാസ്റ്റ് മിനിറ്റ് പാക്കിങ്ങിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല തിളങ്ങുന്ന വെട്ടിയൊക്കെയാണല്ലോ ശരത്തെ. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഏരിയ. ഇവിടെ അമ്മ പാക്കിങ് ചെയ്യുന്നു. ആച്ചി ഇതാ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നു. കുഞ്ഞാപ്പി ഇതാ ക്യാമറ കണ്ടപ്പോ മുറവ് മറച്ച് നിൽക്കുന്നു. കുഞ്ഞാപ്പി അപ്പച്ചിക്ക് ഒരു ഫ്ലൈയിങ് കിസ് തരുമോ? അവിടെ ആരാ അപ്പച്ചിന്ന് ആലോചിക്കുക. ആരടി അപ്പച്ചി? അങ്ങനെ സീനാൻറ്റി പാപ്പായി റൊമാൻറ്റിക് ആയിട്ടിരുന്ന് വീഡിയോ കാണുവാണ്. ഫോട്ടോ എല്ലാം കണ്ടോണ്ടിരിക്കും. സീനാൻറ്റിക്ക് മാച്ചിങ് ആണല്ലോ. എടാ മാച്ചിങ് കുപ്പായ ഇട്ടാണ് ഇരിക്കുന്നേ. സുന്ദരി മണികൾ. ഇത് 2 ദിവസത്തെ ട്രിപ്പായിരുന്നേ. ആദ്യത്തെ ദിവസം കഴിഞ്ഞു. ഇതാ 2ാമത്തെ ദിവസം. എല്ലാവരും റെഡി ആയിട്ട് ഇതാ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുക. ഹോട്ടലിൽ ഏറ്റവും ആദ്യം ഫുഡ് കഴിക്കാൻ വന്നത് ഞങ്ങളാണ്. വലിയ പൂരി കിട്ടിയിട്ടുണ്ട് അമ്മയ്ക്ക്. മസാല ദോശ കഴിച്ച് കഴിയാറായി. അപ്പക്ക് പൂരിയാണ്, നെയ് റോസ്റ്റ് അല്ലേ? ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് ബുക്ക് ചെയ്ത ഹോട്ടൽ അത്ര കൊള്ളത്തില്ലായിരുന്നേ. ആദ്യം തന്നെ റൂമിൻ്റെ ഒക്കെ പേര് കുറച്ച് ഇഷ്യൂ ഒക്കെ ഉണ്ടായി. പക്ഷേ അതിൻ്റെ ലൊക്കേഷൻ അടിപൊളിയായിരുന്നു. കൂടെ ആ റെസ്റ്റോറൻറ്റും അടിപൊളിയായിരുന്നു. ഊട്ടി ലേക്കും ഈ റെയിൽവേ സ്റ്റേഷനും ഒക്കെ വളരെ അടുത്തായിരുന്നു. അപ്പോൾ രാവിലെ ഞങ്ങൾ എല്ലാവരും കൂടെ നടന്നൊന്ന് റെയിൽവേ സ്റ്റേഷൻ കാണാൻ വേണ്ടിയിട്ട് പോയതാണ്. അങ്ങോട്ട് നടക്കാനുള്ള ആവേശം ഇങ്ങോട്ട് വരാൻ നേരത്തില്ലായിരുന്നേ. പിന്നെ ഊട്ടി ലേക്കിൻ്റെ എൻട്രൻസ് ഇച്ചിരി അപ്പുറത്താണെന്നും കൂടെ പറഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളൊരു ഓട്ടോ ഒക്കെ പിടിച്ച് ഊട്ടി ലേക്കിലേക്ക് പോയി. നാട്ടിലുണ്ടായിരുന്ന സമയത്ത് ഗൂഗിൾ പേ ഒക്കെ ഉപയോഗിച്ചിരുന്നു എന്ന് തോന്നുന്നു. പക്ഷെ ഇപ്പോൾ എന്തോ എനിക്കറിയത്തില്ലായിരുന്നു ഉപയോഗിക്കാൻ. ജപ്പാനിൽ വന്ന ശേഷം അതൊന്നും ഉപയോഗിക്കുന്നില്ലല്ലോ. അവരോടൊക്കെ ചോദിച്ചിട്ടാണ് ഞാനതൊക്കെ ഉപയോഗിക്കാൻ ശ്രമിച്ചത്. എന്തൊരവസ്ഥയല്ലേ. ബോട്ട് മറിക്കുമ്പോ എന്ത് ചെയ്യും? ഒരു വട്ടം മറിച്ചാൽ മതി എന്ന് പറയട്ടോ. അങ്ങനെയാണെങ്കിലേ
മറിച്ചാല് വെള്ളത്തിൽ വീഴുമ്പോഴും അങ്ങനെയാണോ? ഊട്ടി വന്നാൽ ഒരു ട്രെയിൻ യാത്രയോ അല്ലെങ്കിൽ ഒരു ബോട്ട് യാത്രയെങ്കിലും നിർബന്ധമല്ലേ? ഈ പ്രാവശ്യം ഞങ്ങളൊരു ബോട്ട് യാത്രയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഞങ്ങളുടെ ട്രിപ്പ് വയനാട്ടിലേക്കായിരുന്നേ. അവിടെയും ഞങ്ങൾ ബോട്ട് യാത്ര നടത്തി. ആജിയൊക്കെ ബോട്ടിൽ കയറാൻ നല്ല പേടിയായിരുന്നേ. പണ്ടൊക്കെ ഞങ്ങൾ പേടിയുള്ള കാര്യങ്ങളൊന്നും ചെയ്യൂലായിരുന്നേ. ഇവരാരും ഞങ്ങളോട് ചെയ്യാനും പറഞ്ഞിട്ടില്ല. ഈ പ്രാവശ്യം പക്ഷെ അങ്ങനെയല്ലല്ലോ, കാലം മാറിയില്ലേ, പേടിയുള്ളത് ചെയ്യണം എന്നല്ലേ പറയുന്നത്. കാരണം അവരെ നിർബന്ധിച്ച് ഞങ്ങൾ കയറ്റിയതാ. എന്തോ പോണ്ടേ? ഇതിന്റെ ആവശ്യം കഴിഞ്ഞു നമുക്ക്. കുഞ്ഞാപ്പി നമുക്കിനി അടുത്ത വണ്ടിയിൽ പോവാം. ഈ വണ്ടി മാറി ഇനി ബസ് ഓടിക്കാം നമുക്ക്. ആ ഡ്രസ്സിൽ കുതിരപ്പുറത്ത് കയറാൻ ഞാനൊട്ടും കംഫർട്ടബിൾ അല്ലായിരുന്നേ. റോയസ് എന്നെ നിർബന്ധിച്ച് കയറ്റിയതാ. കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് ഇറങ്ങണം എന്നായി. അങ്ങനെ ഞാൻ അതിൽ നിന്ന് പിന്മാറി. പിന്നെ റോയസ് അഖിലും അതിൽ കയറി കേട്ടോ. Texture. This mixture is refined in our state-of-the-art ball mill, achieving a smooth and homogeneous chocolate mass. ഇപ്പം ഞങ്ങളുള്ളത് ഒരു ടീ ആൻഡ് ചോക്ലേറ്റ് ഫാക്ടറിയിലാണ്. ഊട്ടി നിറയെ അതാണല്ലോ. അവിടെ നിന്ന് ഞങ്ങൾ ചോക്ലേറ്റ് ഒക്കെ വാങ്ങി ചോക്ലേറ്റ് ഒക്കെ ട്രൈ ചെയ്യുവാണ്. എനിക്ക് മേടിച്ചോ? പണ്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്ന ടീ ഫാക്ടറിയിൽ ഈ പ്രോസസ്സൊക്കെ നമുക്ക് നേരിട്ട് അടുത്ത് പോയി നിന്ന് കാണാനൊക്കെ ഉള്ള സൗകര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യത്തത് അത്ര പോരായിരുന്നു. ഇത് ഫുള്ള് ഒരു ബിസിനസ് തന്ത്രം പോലെയുള്ള പരിപാടിയായിരുന്നു. അങ്ങനെ ടീ ടേസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ 12D സിനിമയ്ക്ക് കയറി. ഇതും ആ ടീ ഫാക്ടറിയുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നതാണ്. അതാ ഞാൻ പറഞ്ഞത്, ഇവിടെ ടീ ഫാക്ടറി മാത്രമല്ല കുറേ ബിസിനസ് പരമായ കാര്യങ്ങളും ഉണ്ടായിരുന്നെന്ന്. ഇതിനുള്ളിൽ കയറിയപ്പോൾ മുതൽ കുഞ്ഞാപ്പി ആജിയും ഭയങ്കര കരച്ചിലായിരുന്നേ.
സത്യം പറഞ്ഞാൽ ഇത് പേടിയാവും. ഭയങ്കര ക്രൂരമായ രീതിയിലായിരുന്നു അവർ ഇത് കുലുക്കിക്കൊണ്ടിരുന്നത്. അവിടുത്തെ സേഫ്റ്റി ഒക്കെ വളരെ കുറവായിരുന്നെന്ന് ഞങ്ങൾ കയറി കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. ബെൽറ്റ് എല്ലാം പകുതി പൊട്ടിയതായിരുന്നു. പിന്നെ കെട്ടിയൊക്കെ വെച്ചാണ് അവർ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അടുത്ത ഫുഡ് കഴിക്കുള്ള സമയമായേ. ഈ ഹോട്ടൽ ഞങ്ങൾ മുന്നേ വരാറുള്ള ഹോട്ടലാണ്. ഊട്ടി വരുമ്പം ഈ ഹോട്ടലിൽ വരേണ്ടതൊരു നിർബന്ധമാണെന്ന് തോന്നുന്നു. ഇവിടെ ഫിലിം ഷൂട്ടിംഗ് ഒക്കെ നടന്നു എന്നാണ് പറയപ്പെടുന്നത്. സത്യമാണോ എന്നൊന്നും എനിക്കറിയത്തില്ലേ. ഉള്ള സ്ഥലമാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ. ബൊട്ടാണിക്കൽ ഗാർഡൻ ജപ്പാൻ ഗാർഡൻ ഉണ്ടോ? ജപ്പാൻ ഗാർഡൻ എന്നൊക്കെ എഴുതി വെച്ചത് കണ്ടപ്പോൾ അത് കാണാൻ ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു. പക്ഷേ എന്നത്തെ പോലെ അതും ക്ലോസ്ഡ് ആയിരുന്നു. ഹായ്, എന്തൊക്കെയാ കുഞ്ഞാപ്പി കയ്യിലുള്ളത്? ശരിക്കും ബൊട്ടാണിക്കൽ ഗാർഡനിലൊക്കെ പോയത് മുതലായത് കുഞ്ഞാപ്പിക്ക. എന്തോ ഒരു സാധനമാണ് കിട്ടിയത്. കുറേ നമുക്ക് നഷ്ടമുള്ള സാധനങ്ങളായിരുന്നേ. ഇത് നമ്മുടെ അവസാന ലൊക്കേഷനാണ്, ഷൂട്ടിംഗ് പോയിന്റ്. ഇത് ചൂടായത് കാരണം വൈകിട്ടത്തേക്ക് മാറ്റി വെച്ചതാണേ. വീഡിയോ എടുത്തേ വാപ്പായുടെ ഓടിക്കാതെ ബാഗൊക്കെ പിടിച്ച് സീറ്റ് പിടിച്ചിരിക്കുന്ന കുറച്ച് ചെറുപ്പം ഒട്ടും കൈവിടാതെ ഓടുന്ന പാപ്പായി. പാപ്പായും ശരത്തും പുല്ല് പോലെ ഓടിക്കേറി ഈ മല കയറാൻ ഞങ്ങൾ നല്ലപോലെ കഷ്ടപ്പെട്ടെ. പണ്ടൊക്കെ ഞങ്ങളും ഇതുപോലെ ഓടിക്കേറിക്കൊണ്ടിരുന്നതാ. പക്ഷെ ഇപ്പം നമുക്ക് പ്രായമായിരുന്നാ തോന്നുന്നേ. അങ്ങനെ ഈ വർഷത്തെ ഞങ്ങളുടെ ട്രിപ്പ് അവസാനിക്കാൻ പോവുകയാണ്. ഈ ട്രിപ്പ് ഞങ്ങൾ വലിയ പ്ലാനിങ് ഇല്ലാതെ സ്റ്റാർട്ട് ചെയ്തെങ്കിലും അത് വിജയിപ്പിച്ചത് അനിലേട്ടനാണ്. ചേട്ടൻ ഡ്രൈവറായിട്ട് ഞങ്ങളുടെ കൂടെ വന്നതാണ് ഈ ട്രിപ്പ് വിജയിക്കാനുള്ള കാരണം. ഞങ്ങൾക്ക് വലിയ പ്ലാനിങ് ഇല്ല എന്ന് പറഞ്ഞല്ലോ, റൂട്ടൊക്കെ പുള്ളിക്കാരൻ തീരുമാനിച്ചതാണ്. അതുകൊണ്ട് വലിയ ടെൻഷനൊന്നുമില്ലാതെ ഞങ്ങൾക്ക് പോയിട്ട് വരാൻ പറ്റി. എന്തായാലും ഒത്തിരി ഓർമ്മകളുള്ള നല്ലൊരു ട്രിപ്പായിരുന്നു.